മേജർ രവി, ഒരു യുദ്ധത്തിന്റെ മുഖത്ത് അല്ലെ കരസേനാ നീക്കമടക്കമുണ്ടായി യുദ്ധം എന്നുള്ളത് തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്താണ് സീസ് ഫയർ ഉണ്ടാകുന്നത്. അതിലെന്ത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും സമാധാനം പുലരുക എന്നത് പറയുന്നത് ലോകം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു കാര്യവുമാണ്. സീസ് ഫയർ പ്രഖ്യാപനമുണ്ടാകുന്നു, അന്ന് പ്രകോപനമുണ്ടാകുന്നു, ഇന്നലെയും നേരിയ തോതിലുള്ള പ്രകോപനമുണ്ടാകുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ശീലം എന്ന നിലയ്ക്ക് കണ്ണടച്ചു കാണാൻ കഴിയുന്ന തോതിലേ ഉള്ളൂ എന്നതൊരു സമാധാനപരമായ കാര്യമാണ്. എന്നിരുന്നാലും ഈ സ്ഥിതി ഇനി വഷളാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇനി ഇത് വഷളാവാനുള്ള സാധ്യത പാകിസ്ഥാനൊരു ശകലം ബുദ്ധിയുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ അത്ര അധികം എനിക്ക് കാണുന്നില്ല. ബിക്കോസ് ആ ഇസ്ലാമാബാദിൽ നമ്മുടെ ആ ബോംബ് ചെന്ന് വീണതിൻ്റെ ഹാർഡ്ലി എനി ഡിസ്റ്റൻസിലാണ് ഇവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻ സ്ഥാപിച്ചിട്ടുള്ളതും അതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പുകളും ഇരിക്കുന്നു. ഇതാണ് ഇവരെ ഏറ്റവും അധികം ഷോക്കടിപ്പിച്ച്. ഇത്രയും ഫ്ലൈ ചെയ്തിട്ട് ഈ മിസൈലിന് അവിടെ വന്ന് പതിക്കാമെങ്കിൽ ഒരു 2 കിലോമീറ്റർ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ എന്നുള്ളത് വലിയ ഡിസ്റ്റൻസ് അല്ല. ഈ സമയത്താണ് ഇമ്മീഡിയറ്റ്ലി ഇതേ കോളപ്പ് അമേരിക്ക ട്രൈ ടു ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. ഞങ്ങൾ സംസാരിച്ചിട്ടാണ്. പക്ഷേ ഈ സംസാരിച്ച സമയത്ത് തന്നെ പാകിസ്ഥാൻ DGMO കോൾഡ് അപ്പ് ദ ഇന്ത്യൻ DGMO. അവരായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോഴേ ഇന്ത്യൻ DGMO ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ തന്നതിന് ഞങ്ങൾ തിരിച്ചു തന്നു, അതിനെ നിങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്തു, ഞങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്തു. ഈ റിട്ടാലിയേഷൻ ഇനിയും നടക്കും. നിങ്ങൾ ഇനിയും നിർത്തിയില്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ ഞങ്ങൾ വി ആർ ഓൾസോ റെഡി എന്നുള്ളൊരു സംഭവം നടന്നു. പക്ഷേ അതിൽ 8 കാലം മുഞ്ഞ് ഒരു അഡ്വാൻറ്റേജ് എടുത്ത് 5 മണിക്ക് ട്വിറ്റർ അടിച്ചിട്ട് അമേരിക്ക പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ച പോലെയാണെന്നുള്ളത്. നമുക്ക് അവർ പറഞ്ഞോ അല്ലെങ്കിൽ നമ്മുടെ പോളിസിയാണ്. തേർഡ് പാർട്ടീനെ നമ്മൾ ഒരിക്കലും ഇതിനകത്ത് മീഡിയോക്കറായിട്ട് ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സംഭവത്തിനകത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു പോളിസി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പോളിസിയെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിച്ചാണ്. ഇന്ത്യയുടെ ഇന്നത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ബോഫേഴ്സ് പണ്ട് സ്വീഡൻ എന്നൊക്കെ വരുത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന വലിയ കോലാഹലങ്ങളായിരുന്നു. പിന്നീട് ഈ രാജ്യം ഏത് രാജ്യത്ത് നിന്ന് നമ്മളൊരു വെപ്പൻസ് വാങ്ങിക്കുന്ന സമയത്ത് പിന്നീട് ഇവരുടെ ബ്ലാക്ക് മെയിലിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു, അതിൻ്റെ ആംനേഷൻ്റെ മുകളിൽ ഇവന്മാർ വില കൂട്ടിക്കൊണ്ടിരിക്കും. ഈ ആംനേഷൻ സ്വീഡൻ്റെ ഈ ബോഫേഴ്സിൻ്റെ ആംനേഷന് ഇവർ 10 മടങ്ങ് വില കൂട്ടിക്കൊണ്ട് ഇന്ത്യക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഇതും കൂടെ ചേർത്തു, ഇതിൻ്റെ ആംനേഷൻ കൂടെ, ഈ 155mm ആംനേഷൻ കൂടെ ചേർത്ത് സൈമൾട്ടേനിയസ്ലി വി മെയ്ഡ് എ പാരലൽ ടു ബോഫേഴ്സ്. അതുപോലൊരു ഗണ്ണിനെ നിർത്തിയിട്ട് ഇതിൻ്റെ ടെസ്റ്റിംഗ് ഞാൻ ദേവലാലിയിൽ ഞാൻ കണ്ടതാണ്. 2 ഗണ്ണും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നിർത്തി റെഡി ടു ഫയർ എന്നുള്ളത് ആ ടൈമിംഗ് വെച്ച് സ്റ്റോപ്പ് വെച്ച് നമുക്ക് കാണാം. അതിനകത്ത് സ്വീഡനിൽ നിന്ന് വന്നിരുന്ന ബോഫേഴ്സിനെ വെട്ടിച്ചുകൊണ്ട് നമ്മൾ 17 സെക്കൻഡ് കൊണ്ട് റെഡിയായിരിക്കുന്നു. മറ്റത് 29-30 സെക്കൻഡിലാണ് റെഡിയായിരിക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഇന്ത്യ മുന്നോട്ട് പോയിരിക്കുന്നു. ഇത് പറയാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇൻഡിജീനിയസ് എന്ന് പറയുന്ന സമയത്ത് അത് ക്വാളിറ്റി ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഹാവ് ദ കോൺഫിഡൻസ് ഇൻ യുവർ കൺട്രി. അതാണ് ഇന്നിപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചുള്ള. ഇപ്പം നമ്മൾ സ്വീഡൻ നാമിനേഷൻ വാങ്ങിക്കുന്നില്ല, നമുക്ക് വില കുറഞ്ഞു, ഇതിൻ്റെ കോസ്റ്റ് ഓഫ് മേക്കിംഗ് കുറഞ്ഞു. ഇതുപോലെ നമ്മൾ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇസ്ലാമാബാദിൽ ഇത് ഇട്ട സമയത്തുള്ള ഇമ്പാക്റ്റായിരുന്നു ഈ സീസ് ഫയറിന് വേണ്ടി അവർ റിക്വസ്റ്റ് ചെയ്ത്. ആ റിക്വസ്റ്റ് നമ്മൾ മാനിച്ചെങ്കിലും പിന്നീടും അവരൊന്ന് നോക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നലത്തെ പ്രസ് മീറ്റ്, ആ ബ്രീഫിംഗ്, ഐ വാസ് വാച്ചിങ് ഇറ്റ് വെരി ക്ലോസ്ലി. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഫേസ്, ആ പേഴ്സണാലിറ്റീസിൻ്റെ ഫേസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആർമിയുടെ ആ ഒരു വേർഡ് തന്നെയാണ്, ഇഫ് യു ഡു സംതിങ് ദെൻ ഡോണ്ട് ആസ്ക് us ടു പാർഡൺ യു എന്നുള്ള വേർഡാണ് നമ്മുടെ ആർമിയുടെ ആ ബ്രീഫിങ്ങിലുണ്ടായിരുന്നത്. അത് ഡെഫിനറ്റായിട്ടും ഇന്ത്യ ചെയ്തിരിക്കും. അപ്പോൾ ഏതായാലും മാധവ് നേരത്തെ ചോദിച്ചപ്പോൾ അങ്ങനൊരു നമുക്ക് ഭയക്കേണ്ടതായിട്ടുള്ള ഇപ്പോൾ ഒന്നുമില്ല. ബിക്കോസ് ദേ അണ്ടർസ്റ്റുഡ് അവരുടെ കയ്യിലിരിക്കുന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒറിജിനൽ സാധനം കൂടെ കമ്പാരിസൺ ഈ 4 ദിവസം കൊണ്ട് അവർ ചെയ്തു കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ ഇതാണ്, ഇതുകൊണ്ട് ഞാനിവരെ തടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു മിസൈൽ അവിടെ പോയിട്ട് വീഴുന്നു, ഈ സ്ഥലത്ത് എത്തിയെന്ന് പറയുന്ന സമയത്ത് അപ്പോൾ മനസ്സിലായി ഈവൻ ദ റഡാർസ് ആർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. നേരത്തെ രഘു പറഞ്ഞ പോലെ വി ഗോട്ട് പ്രസിഷൻ. അത് 5 മീറ്റേഴ്സിൻ്റെ പ്രസിഷനിലാണ് നമ്മുടെ മിസൈലുകൾ പതിക്കുന്നത്. ഈ 5 മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, ജനങ്ങൾ മനസ്സിലാക്കണം, ഇത് ഫ്ലൈ ചെയ്യുന്നത് 70 കിലോമീറ്റേഴ്സ് 80 കിലോമീറ്റേഴ്സ് 100 കിലോമീറ്റർ 200 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് ഇത് പതിക്കുന്നത്. ആ സ്ഥലത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ 5 മീറ്ററിനകത്ത് ഈ മിസൈൽ പോയി പതിക്കുന്നത്. ഇതൊരു വെറും പിസ്റ്റൽ ഫയറിംഗ് അല്ല. ഒരു ടാർഗറ്റിന് നമുക്ക് 10 മീറ്ററിലോ 20 മീറ്ററിൻ്റെ അല്ല.
ഇത് കിലോമീറ്ററോളം ദൂരത്ത് പോകണമെങ്കിൽ അപ്പൊ നമ്മുടെ സേനയുടെ വാർത്താ സമ്മേളനത്തിലും അത് വളരെ വ്യക്തമായിരുന്നു. നമ്മൾ എവിടെ നിന്നാണ് ഇത് ഫയർ ചെയ്യുന്നത്, എവിടെയായിരുന്നു നമ്മുടെ ലക്ഷ്യസ്ഥാനം, എവിടെയാണത് പതിച്ചത്, അതുണ്ടാക്കിയ ഡാമേജ് എത്രത്തോളമാണ് എന്നത് കൃത്യമായ ചിത്രങ്ങളുടെ അടക്കം സഹായത്തോടെയാണ് സേന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ പാകിസ്ഥാൻ അത് വ്യക്തമാക്കുന്നത് ചില ഫയറിംഗ് മാത്രം വെച്ചുകൊണ്ട്, എവിടേക്കാണെന്നോ എന്താണെന്നോ വ്യക്തമാക്കാത്ത തരത്തിലുള്ള ചില വിഷ്വൽസ് മാത്രം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അത് വിവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സാമുദായികമായ താല്പര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചില പ്രഘോഷണങ്ങൾ, ചില മുദ്രാവാക്യങ്ങൾ, ചില റീലുകൾ ഒക്കെ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ സേനയുടെ ഏറ്റവും കൃത്യമായ വിശദീകരണത്തെ കൗണ്ടർ നൽകാൻ പാകിസ്ഥാന്റെ വിഫലമായ ശ്രമം ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ എന്താണ് ഇന്ത്യ, എന്താണ് പാകിസ്ഥാൻ എന്നത് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്ന ഉദാഹരണങ്ങളാണ്.